NIA ഇന്നലെ 2 തടവ് പുള്ളികളെ ചോദ്യം ചെയ്തിരുന്നു. രണ്ടുപേരും 2023 രജൌരി ഭീകരാക്രമണ കേസിൽ ശിക്ഷ അനുഭവിക്കുന്നവരാണ്. ഭീകരർക്ക് സഹായം നൽകുന്നവരിലൂടെയും തദ്ദേശീയരായ ഭീകരവാദ കേസിൽ ഉൾപ്പെട്ട് ജയിലിൽ തുടരുന്നവരെയുമാണ് NIA ഇപ്പോൾ ചോദ്യം ചെയ്തു വരുന്നത്. പെഹൽഗാം ഭീകരാക്രമണം നടത്തിയ പാകിസ്ഥാനികളെയും കശ്മീരികളെയും സംബന്ധിച്ച് കൂടുതൽ വിവരം ലഭിക്കാൻ ഹാൻഡ്ലർമാർ നൽകുന്ന വിവരങ്ങളും അന്വേഷണ ഏജൻസി പരിശോധിക്കുന്നുണ്ട്. ബൈസറൻ വാലിയിൽ നിലയുറപ്പിച്ച് പുതിയ തെളിവുകളും സാക്ഷിമൊഴികളും NIA ശേഖരിക്കുകയാണ്. അതിനിടയിലാണ് പാകിസ്ഥാൻ വരും ദിവസങ്ങളിൽ കറാച്ചി തീരത്ത് ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കാൻ പോകുന്നുവെന്ന റിപ്പോർട്ടുകൾ വന്നത്. ഈ ഭൂതല മിസൈൽ പരീക്ഷണത്തിൻ്റെ വിശദ വിവരങ്ങളും അതിർത്തിയിലെ നീക്കങ്ങളും ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ട്. തിരിച്ചടി ഭയന്ന് പാക് അധീന കശ്മീരിൽ ഉണ്ടായിരുന്ന ഭീകരരെ അവരുടെ സൈന്യം അവിടെ നിന്ന് മാറ്റിയതായും റിപ്പോർട്ടുണ്ട്. നിയന്ത്രണ രേഖയ്ക്ക് സമീപത്തെ ലോഞ്ച് പാഡുകളിൽ ഉണ്ടായിരുന്ന ഭീകരരെയാണ് ഒഴിപ്പിച്ചത്. ഭക്ഷ്യധാന്യങ്ങൾ ശേഖരിച്ച് സൂക്ഷിക്കാൻ POKയിലെ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുമുണ്ട്. അതിനിടെ ലഷ്കർ-ഇ-തോയ്ബ ഭീകരൻ മുഹമ്മദ് റിയാസിന്റെ സ്വത്തുക്കൾ ജമ്മു കശ്മീർ പോലീസ് കണ്ടുകിട്ടി. ഇന്ന് പുലർച്ചെ ഉറി, കുപ്വാര, അഗ്നൂർ സെക്ടറുകളിലാണ് വെടിനിർത്തൽ കരാർ ലംഘനമുണ്ടായത്. ഇന്ത്യ ശക്തമായി തിരിച്ചടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനെതിരെയുള്ള കൂടുതൽ നടപടികളുടെ ഭാഗമായി ഇറക്കുമതി വാണിജ്യ മന്ത്രാലയം തടഞ്ഞു. കറാച്ചിയിലും ലാഹോറിലും ചില ഭാഗങ്ങളിൽ എല്ലാ വിമാനങ്ങൾക്കും പാകിസ്ഥാൻ വ്യോമപാത അടച്ചിരുന്നു. മറ്റൊരു എയർ സ്ട്രൈക്ക് ഭയന്നിട്ടാണ് എന്നും അതല്ല ചില പരീക്ഷണങ്ങൾക്കും പരിശീലനങ്ങൾക്കും വേണ്ടിയാണെന്ന വിവരവുമുണ്ട്. ഈ പശ്ചാത്തലത്തിൽ ബ്രിട്ടീഷ് എയർവേസ്, പോളിഷ് എയർ, ലുഫ്താൻസ, ഇറ്റലി എയർലൈൻസ് ഉൾപ്പെടെ യൂറോപ്പിൽ നിന്നുള്ള വിമാന കമ്പനികൾ പാക് വ്യോമപാത ഒഴിവാക്കുകയാണ്. ഇന്ത്യയിലേക്കുള്ള സർവീസുകളാണ് ഭൂരിഭാഗവും റൂട്ട് മാറ്റിയത്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.